ഇന്ന് രാവിലെ ഞാൻ എന്താ കഴിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? വേണ്ടേ? നിങ്ങളെന്താ കഴിക്കുന്നത്? ഈ അപ്പം, ദോശ, ഇഡ്ഡലി, പിന്നെന്തുവാ പിന്നെന്തുവാ നെയ് റോസ്റ്റ്, പൂരി മസാല, ഇങ്ങനത്തെ ഐറ്റംസാണോ കഴിക്കുന്നത്? അതോ വേറെ വല്ലതും ആണോ? ഞാൻ ഇന്നത്തെ ചപ്പാത്തി ഒന്നുമല്ല ഞാനിന്ന് കഴിക്കുന്നത്. ഇന്ന് ഞാൻ വേറൊരു വെറൈറ്റിയാണ് കഴിക്കുന്നത്. കാണിക്കാം അല്ലേ? ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് കണ്ടോ? ചേമ്പാണ്. ചേമ്പ് ഒഴുങ്ങിയത് സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണോ ഈ ചേമ്പ് ഒഴുങ്ങി കഴിക്കാനുണ്ടല്ലോ, സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ്. കണ്ടോ? ചേമ്പ്, കപ്പ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ? അതിലൊരു കറി ഉണ്ടാവുമല്ലോ. ഇതിനെ കഴിക്കണമെങ്കിൽ ഒരു കറി വേണ്ടേ? ഇത് കണ്ടോ? മുളക്, ചുമന്ന മുളക്, ചെറിയ ഉള്ളി, വിനാഗറ്, വെളിച്ചെണ്ണ, ഉപ്പ് വേണമല്ലോ അത്യാവശ്യം. ഉപ്പില്ലേ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഇതാണ് കണ്ടോ ഇന്നത്തെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനുള്ള ഒരു സംഭവം. കൊള്ളാം. ഇതെടുത്ത് സത്യം പറഞ്ഞാൽ കണ്ണി തേച്ചെങ്കിൽ സൂപ്പറായിരിക്കും. ഞാൻ കണ്ണിലൊന്നും തേക്കാൻ ഉണ്ടാക്കിയിട്ടില്ല, ഞാനിത് കഴിക്കാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് കണ്ണി തേച്ചാൽ സൂപ്പറായിരിക്കുമെന്ന്. ഇത് കൊള്ളാം അല്ലേ? തരാം. കണ്ടോ? നോക്ക്. ഒരാൾ കഴിക്കാനുള്ള ചേമ്പല്ല. നമ്മളിപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? ഞാനിപ്പോൾ എനിക്ക് കഴിക്കാൻ മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാൾക്കൊന്നുമല്ല, വേറെ ഉണ്ടാവും. ഭക്ഷണം കഴിക്കാൻ വേറെ ഉണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ട്. ഒരാളോട് വന്നാലും നമുക്കിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ ഒക്കെ കൊടുക്കാൻ പറ്റും. കാരണം ഞാൻ ഒരാൾക്കായിട്ടല്ല ഉണ്ടാക്കുന്നത്, 2 പേർക്കൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരാൾക്കായിട്ട് എന്തുണ്ടാക്കാനാണ് ശരിക്കും പറഞ്ഞാൽ? 2 പേർക്കായിട്ട് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അന്നേരം രണ്ട് പേർക്ക് ഉണ്ടാക്കുമ്പോൾ അത് ചിലപ്പോൾ 3 ആയി പോവും. അങ്ങനെ ഇങ്ങനെ അങ്ങ് വർദ്ധിക്കും. അതാണ് കാര്യങ്ങൾ. അന്നേരം രാവിലത്തെ ഭക്ഷണം കണ്ടല്ലോ, ചോറ് തിളച്ചോണ്ടിരിക്കുക. ചോറ് ഒരു ചെറിയ ഒരു ഗ്ലാസ്, ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ചെറിയ ഗ്ലാസ് അരിയാണ് വെക്കുന്നത്. അത് തിളയ്ക്കുന്നുണ്ട്. അതൊരു നേരവും കഴിച്ചാൽ 2ഉം കഴിച്ചാലും തീരത്തില്ല. എന്നാ ചെയ്യാൻ പറ്റും? ഇന്നത്തെ ചോറ് ഇന്നേ കഴിക്കാൻ പറ്റുള്ളൂ, നാളെ കൊള്ളത്തില്ല, അഴുക്ക. ഞാൻ കുക്കറിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്, ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. എന്നാലും അത് ഞാൻ ഇന്നത്തെ ഭക്ഷണം ഞാൻ ഇന്നേ കഴിക്കുള്ളൂ, നാളെ കഴിക്കില്ല. എനിക്കതിനോട് താല്പര്യമില്ല. അന്നുണ്ടാക്കുന്ന ഭക്ഷണം അന്ന് കഴിക്കുക, ഫ്രഷായിട്ട്. അല്ലാതെ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച്, മീനും ഇറച്ചിയും പോലും എനിക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന വലിയ താല്പര്യമില്ല. അന്നേരം വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്നേരം ഉണ്ടാക്കി കഴിക്കുന്നത് ആ ഭക്ഷണത്തിനോടെ ഉള്ള ടേസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും നമ്മളുണ്ടല്ലോ അന്നേരം വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്നേരം ഉണ്ടാക്കുന്ന ഈ ഐസില്ലാത്ത മീനൊക്കെ വാങ്ങിച്ച് കറി വെച്ചു വറുത്തൊക്കെ തിന്നേ നല്ല സൂപ്പറായിരിക്കും. അതേ സമയത്ത് അത് ഫ്രിഡ്ജിനകത്ത് വെച്ച് മരവിപ്പിച്ച് ഒരു പരുവത്തിൽ കഴിച്ചാൽ ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ടാണ് അന്നേരം വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്നേരം ഉണ്ടാക്കി കഴിക്കുന്നത്. എനിക്കതിനോടാണ് താല്പര്യം. അതാ ടേസ്റ്റ്. മറ്റേതെന്ന് പറഞ്ഞാൽ കൊള്ളുമില്ല. മരവിപ്പിച്ച് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് മരവിപ്പിച്ച് കഴിഞ്ഞാൽ എന്തിനു പറ്റും? പിന്നെ പച്ചക്കറിയും പാല്, തൈര്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാൻ പറ്റുന്നത്. മീനും ഇറച്ചിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊള്ളത്തൊന്നുമില്ല. പിന്നെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് ചൂടാക്കി എടുക്കുക, അതൊക്കെ. അങ്ങനെയാണ് ഞാൻ പണ്ടൊക്കെ നേരത്തെയൊക്കെ സമയങ്ങളിൽ ഞാൻ എങ്ങനെയായിരുന്നെന്നറിയോ? ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്ത് നിറച്ച് എറണാകുളം മാർക്കറ്റിനകത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എനിക്ക് പറഞ്ഞാൽ നല്ല മുട്ട മീനുകൾ കൊണ്ടുത്തരും. വലിയ തുണ്ടുമായിട്ടുള്ള മീനുകൾ കട്ട് ചെയ്ത് കൊണ്ടുത്തരുമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കാളമുക്കി പോകുമായിരുന്നു. കാളമുക്കി പോയി അവിടുന്ന് മീനെ വാങ്ങിച്ചുകൊണ്ട് വരും. 1000 രൂപയുടെ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എന്തെല്ലാം ഐറ്റംസ് മീൻ കിട്ടുമെന്നറിയോ? എൻ്റെ ഇപ്പോൾ വലിയ മീനുകൾ കിട്ടും, ചെറിയ മീൻ, പല ഐറ്റംസ് മീനുകൾ കിട്ടും നമുക്ക്. ഇപ്പോൾ ഒന്നും അത് കിട്ടത്തില്ല, നേരത്തെ അത് കിട്ടുമായിരുന്നു.
ഇപ്പോഴും അവിടെ കാളമുക്കിൽ വില കുറവാണ് മീൻ, വലിയ വില കൂടുതലൊന്നുമില്ല. നമ്മൾ ഇവിടെ പിന്നെ ഇവിടെ വാങ്ങിക്കുന്നതിൻ്റെ പകുതി പൈസ കൊടുത്താൽ മതി കാളമുക്കിൽ പോയാൽ. കാളമുക്കിലും അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ ചമ്പക്കരയും അത് തന്നെ. ചമ്പക്കര രണ്ടിടത്തെയും മീനുകളുണ്ട്. ചമ്പക്കര എറണാകുളം മാർക്കറ്റിൽ വില കൂടുതലാണ് മീൻ. പക്ഷേങ്കിൽ ചമ്പക്കരയും കാളമുക്കിലും ഒക്കെ നല്ല വില കുറവാണ് അവിടെ പോയാൽ. പക്ഷേ അതിനെക്കാട്ടി നല്ല മീനുകൾ ഏറ്റവും കൂടുതൽ ഈ നമ്മളെ ടേസ്റ്റുള്ള മീനെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മുനമ്പത്തെ മീനാണ്. മുനമ്പത്തെ എനിക്ക് മുനമ്പത്തെ മീനുകളോടാണ് താല്പര്യം. നമ്മുടെ ഈ സെമിത്തേരിമുക്കിലൊരു മീൻകാർ ഉണ്ട്. അത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ചെറുക്കന്മാർ കച്ചവടം നടത്തുന്നത്. അവന്മാരുടെ മീനാണെങ്കിൽ മുനമ്പത്തേതാണ്. നല്ല മീനാണ്, സൂപ്പർ മീനാണ്. എന്നോ ടേസ്റ്റ് അവിടുത്തെ മീനെന്നറിയാം. അവിടുത്തെ ഏത് മീൻ വാങ്ങിച്ചാലും അവരുടെ മീനെല്ലാം ഫ്രഷും ആണ്. അതുകൊണ്ട് തന്നെ നല്ല നല്ല മീനുകളാണ്. മുനമ്പത്തെ മീൻ നല്ല ടേസ്റ്റ്, അതാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. അന്നേരം രാവിലെ എൻ്റെ ഭക്ഷണങ്ങളൊക്കെ കണ്ടല്ലോ. നിങ്ങളും കഴിച്ചു, ഞാനും കഴിക്കുന്നു. ഓക്കെ, ബൈ ബൈ.